ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ജ്യൂസുമായിട്ടാണ്. നമ്മൾ നാരങ്ങ ജ്യൂസ്, മാങ്ങ ജ്യൂസ് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ ഒരു കവർ പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ പഞ്ചാരയുണ്ട്, പിന്നെ പഞ്ചാര കാണിക്കുന്നില്ല. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളിങ്ങനെ തൊലിക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ തൊലിക്കകത്ത് പാടാണ്, എളുപ്പമാണ്, കുഴപ്പമില്ല. നല്ല പഴുത്തതാണെങ്കിൽ എളുപ്പമാണ്, പാണെങ്കിൽ പിന്നെ ഭയങ്കര കളറാണ്. എൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഭയങ്കര കളറാണ്. കയ്യിലൊക്കെ നല്ല കളറായി. ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് തൊലിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് നല്ലോണം തൊലിക്കണം. അപ്പോൾ നമുക്കിത് തൊലിച്ചിട്ട് വരാം. തൊലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തൊലിച്ചിന് കട്ട് ചെയ്യണം. ഇപ്പോൾ നടുക്ക് വെച്ച് കട്ട് ചെയ്യണം. നല്ല പഴുത്തതുകൊണ്ട് നല്ല പെട്ടെന്ന് കട്ടായി വരും. നല്ല പെട്ടെന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഇനി ഉണ്ട്, അതിൻ്റെ കളറുണ്ട്, നല്ല ചുവന്നിരിക്കുകയാണ്. ഇങ്ങനെ നടുക്ക് വെച്ച് കട്ട് ചെയ്യണം. നടുക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് കയ്യിൽ ഇപ്പോൾ തന്നെ കുറച്ച് കളറായിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെ രണ്ടാക്കണം. രണ്ടാക്കിയിട്ട് ഇനി കുറച്ചും കൂടെ പീസാക്കാം. നമുക്ക് ചെറുത്ത് ഇങ്ങനെ വെച്ചാൽ നല്ലോണം ഇതാവില്ല. അപ്പോൾ കുറച്ചും കൂടെ പീസാക്കാം. അങ്ങനെ 2 പീസാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി അതും കൂടെ എടുത്ത് കണ്ടിക്കുക. ഓക്കെ, അതും കൂടെ കണ്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ എളുപ്പം നമ്മൾ രണ്ടാക്കണേക്കാൾ അതും കൊണ്ടല്ല, അതും കൂടെ എടുത്തേക്ക്. രണ്ടാക്കണേക്കാൾ എളുപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങിടാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ജ്യൂസ് അടിക്കലാണ് പണി. ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇനി ഇതൊക്കെ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതൊക്കെയായിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇടാൻ പോവുകയാണ്. ജ്യൂസ് അടിക്കാൻ മൊത്തം ഇടണോ സംശയമാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഇടാൻ വേണ്ടി ജാറിലേക്ക് ഇടാം. ജാറിൽ ഇത്രയും വേണ്ടല്ലേ, കുറച്ചെടുക്കാം നമുക്കങ്ങോട്ട്. മാറ്റാം, ഇത്രയും വേണ്ട. അപ്പോൾ നമുക്ക് കളഞ്ഞോ മിക്കവാറും. ജാറിന് വേണ്ടി ചെറിയൊരു കുത്തേണ്ട, ജാറിന് വേണ്ടി അടപ്പിന് വേണ്ടി ചെറിയൊരു ഹോളുണ്ടാകും, അതുകൊണ്ട് കുറേ കളഞ്ഞോ. അപ്പോൾ നമുക്കിത് നേരെ എന്ത് ചെയ്യണം, പാല് കട്ട് ചെയ്യണം. പാലിങ്ങനെ വെച്ച് ഇതിൻ്റെ അകത്ത് വെച്ച് കട്ട് ചെയ്യാം, അതാണ് എളുപ്പം. മൊത്തം പണിപ്പാളി കട്ടായി പോയി. മൊത്തം കളയാൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഇനി പഞ്ചാര അടയ്ക്കുക. അപ്പോൾ പഞ്ചാര പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ പഞ്ചാര 3-3.5 സ്പൂണൊക്കെ മതി. പഞ്ചാര കുറച്ച് 3-3.5 സ്പൂണൊക്കെ മതി നമുക്ക് പഞ്ചാരയൊക്കെ ഇടാൻ. അപ്പോൾ പഞ്ചാര കുറച്ച് ഇടാൻ 3.5 ഇട്ടിട്ടുള്ളൂ. പഞ്ചാര ഇനി ജാർ അങ്ങോട്ട് അടച്ചേക്കാണ്. പഞ്ചാര ജാർ അടച്ച് നേരെ മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്തു. ഇനി അടുത്ത് നമ്മൾ കുറച്ചും കൂടെ പാലൊഴിച്ചാണ്. കളർ നല്ല ഇതായിപ്പോൾ കുറച്ചും കൂടെ പാലൊഴിച്ച് റെഡിയാക്കണം. കുറച്ചും കൂടെ പാലൊഴിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഈ ബാക്കിയും കൂടെ ഇരുന്ന് അതെടുത്തിടാം. ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ഇടണം. ഇതും കൂടെ ഇട്ടിട്ട് കുറച്ചും കൂടെ പഞ്ചസാരയും കൂടെ എടുത്തിടണം. ഓക്കെ, അപ്പോൾ പഞ്ചാര ഇനി പാലൊഴിക്കാൻ, പാല് കളഞ്ഞോന്നൊരിതുണ്ട്. പാലിച്ചിപ്പിൽ ചുറ്റി കൊടുത്ത് ഇനി പഞ്ചസാര എടുത്തിടണം. പഞ്ചസാര ഇങ്ങനെ 3-4 സ്പൂണൊക്കെ ഇട്ടാൽ മതി. 3.5 സ്പൂണാണ് നല്ലത്. കുറച്ചും കൂടെ ഇട്ട് 3.5 സ്പൂൺ മതി. അപ്പോൾ നമുക്ക് നേരെ ഇനി ഉമ്മാർത്ത് കൊടുത്ത് നമ്മൾ അങ്ങനെ അടിച്ച് ഇനി കലക്കുകയാണ്. കലക്കുകയാണ് കണ്ടുപോയി നമ്മളിങ്ങനെ കലക്കിയത്. ഇപ്പോൾ കറക്റ്റ് കളഞ്ഞു. അടുത്ത് നല്ല കട്ടി കളയാൻ ഇപ്പോൾ കറക്റ്റ് ഒരു ലെവലിനകത്തിട്ടുണ്ട്. ഇട്ടിട്ട് നമുക്കിനി കറങ്ങി ഇട്ടിട്ട് നമുക്ക് നേരെ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒഴിച്ചങ്ങ് റെഡിയാക്കി കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കസ്കസ് ഇടാറുണ്ട്. അപ്പോൾ കുറച്ച് കസ്കസ് ഇങ്ങനെ എടുത്ത് വെള്ളത്തിയിട്ട് കൊയ്ത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കുറച്ച് സ്പൂണിൽ വെച്ചിട്ട് ഇതങ്ങ് എടുത്ത് ഒഴിച്ച് പോകാം. ഓക്കെ, ഒഴിച്ചിട്ടുണ്ട്. അതെല്ലാം മേളി വന്നിട്ടുണ്ട്. ബാക്കിയും കൂടെ ഫുള്ളും കൂടെ എടുത്തങ്ങ് കഴിക്കാം. അപ്പോൾ എല്ലാം അതിന് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നോമ്പാണ് ഗൈസ്, ഇത് കുറച്ച് കലക്കണം. നമ്മളിപ്പോൾ നോമ്പാണ്. ഇനി നോമ്പ് തുറന്നിട്ടാണ് ഇത് കുടിക്കാൻ പോകുന്നത്. അപ്പോൾ നോമ്പ് തുറന്നിട്ടായിരിക്കും ഇനി ബാക്കി വീഡിയോ വരുന്നത്. അപ്പോൾ നോമ്പ് തുറന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊള്ളൂലെന്ന് പറഞ്ഞുകൂടാ, നമുക്ക് കുടിച്ചു നോക്കാം. കുടിച്ചിട്ടുണ്ട്, കൊള്ളാം ഗൈസ്. പക്ഷേ ഇത് കുറച്ച് മിൽക്ക് മേഡും കുറച്ച് അടുത്തുനിന്ന് കൊള്ളാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.